കോഴിക്കോടുള്ള ഒരു വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഏകദേശം 40 വർഷമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്നും പ്രായമുള്ള 2 പേരുടെ മൃതദേഹം വളരെ അഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ ബംഗ്ലാവിൻ്റെ ചുറ്റും പല നിഗൂഢത സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ വനത്തിനുള്ളിൽ നിന്നും അലറുന്ന ശബ്ദം കാടിനു പുറത്തുള്ള മറ്റു പല വീട്ടുകാർക്കും കേൾക്കുവാൻ തുടങ്ങി. ഇതിനുശേഷം ആരും ഈ വഴിക്ക് വരാറില്ല. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒറ്റയ്ക്ക് ഈ ബംഗ്ലാവിൽ പോയിരുന്നു. അന്ന് ഞാൻ അവിടെ വച്ച് കേട്ട ശബ്ദങ്ങളും കണ്ട കാര്യങ്ങളും ഇപ്പോൾ പോലും എനിക്ക് മറക്കാനാവില്ല. ഈ ബംഗ്ലാവിൽ ഞാൻ വീണ്ടും എൻ്റെ ടീമിനെയും കൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോയി. പക്ഷെ ഈ തവണ ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവിടെ വച്ച് ഞങ്ങൾക്കുണ്ടായ സംഭവങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും ഹെഡ്ഫോൺ വെച്ച് വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അവിടെ വച്ച് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. എന്തോടത് എൻ്റെ ദൈവമേ, ഓയോ എന്തോട് ചുമന്ന് കണ്ടത് പോയത് എന്തോടത് എൻ്റെ പൊന്നു ഇവിടെ എന്തോടത് എൻ്റെ ദൈവം തമ്പുരാനെ, ദൈവമേ ഇവിടെ ഒന്നില്ല എൻ്റെ മുന്നിൽ ഇവിടെ എന്തോ ഉടക്കിയിരിക്കുന്നേ. എന്താ അവനെന്താ നജീബേ? എന്നാ പിന്നെ തുടങ്ങാം. ഇവിടെ മൊത്തം പാമ്പായിരിക്കും കേട്ടോ, നോക്കി പറഞ്ഞേ കേട്ടോ, നോക്കി വാ. കണ്ടോ എന്താണ് അല്ലല്ല, അത് എൻട്രൻസ് അല്ല, ഇപ്പോഴത്തെ എൻട്രൻസ് ഇരിക്കുന്നത്. നമ്മൾ അത് വന്നപ്പോൾ ഫസ്റ്റ് സൗണ്ട് കേട്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ സൗണ്ട് പറഞ്ഞില്ല. ശരി വാ നോക്കി കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? കുഴപ്പമില്ല, വാ നീ വാ. അവിടെ നജീബേ, അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇതിനകത്ത്, ചുമ്മാ പോയി നോക്കിട്ടോ. ചുമ്മാ ഒരു ഗ്ലാൻസ് നോക്കിട്ടോ പോ. ഞാൻ കഴിഞ്ഞ അകത്തൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അതിനകത്ത്. ഒരു കാര്യം പറയട്ടെ, നമുക്ക് എന്തൊക്കെ കാണിച്ചു തരും ഇവന്മാർ ഫേക്കാന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവമാണ് അതിൻ്റെ ഉള്ളിൽ പോകണത്. അതും ശരിയാ, ഒരാവശ്യമില്ല, ഒരു കാര്യം ഉണ്ടാകുമ്പോഴോ. ശരി വാ ഓക്കെ, എന്താ കണ്ടു നോക്കടാ, നോക്കി കേട്ടോ, സേഫായിട്ടോ. വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു കൊടൂര കാടിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അവിടെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ തന്നെ ടീംമേറ്റ്സും ഉണ്ട്. നിങ്ങൾ കുറേ നാൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നജീബും ഡ്രാഗനും ഞങ്ങൾ 3 പേരും ഒന്നിച്ചുള്ള കോമ്പോയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഇത് വന്നിട്ട് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് അന്ന് ഹെവി മഴയായിരുന്നു. അന്ന് എനിക്ക് അവിടെ സംഭവിച്ചൊരു ഇഷ്യൂ ഉണ്ട്. അമ്മാതിരി പ്രോബ്ലമാണ് എനിക്ക് സംഭവിച്ചത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഇഷ്യൂ വന്നിട്ട്. എന്തോടത് എൻ്റെ ദൈവമേ, ഓയോ എന്തോട് ചുമന്ന് കണ്ടത് പോയത് ഇവിടെ ചുമന്ന കണ്ണടാ കണ്ടത്. ഇവിടെ അല്ലേ കുറെ നാളുകളായിട്ട് വരുന്നതിന് ഇവിടെ ചുമന്ന കണ്ണെന്ന് വെച്ചാൽ എക്സ്ട്രീം ചുമന്ന കണ്ണ്. ചുമന്ന പറ്റി ഇല്ല ഇവിടെ എന്റെ ദൈവം തമ്പുരാന് ഇവിടെ അവന്റെ കണ്ണുണ്ട്. നിങ്ങൾ
ചുമന്ന കണ്ണെന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ചുമന്ന കണ്ണ്. ഇത്ത കണ്ണു പോലെ. നോക്കി കേട്ടോ ഇവിടെ ഞാൻ കഴിഞ്ഞ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്. നീ എങ്ങനെ ഇരുന്നിട്ട് കണ്ട ഇത്? ആ കണ്ണ് നീ പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. പൊന്നോന് കണ്ണ് കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കി പെട്ടെന്ന് മിന്നായ പറഞ്ഞാണ് എന്നെ വിളിച്ചാ പറഞ്ഞാണ് എടാ ഇങ്ങനെ സ്ഥലത്താ ഷൂട്ട് ചെയ്യാൻ പോണത്. പക്ഷെ ഡാർക്ക് നജീബ് സൂക്ഷിച്ച് വേണം വരാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്റെ ഭഗവാനെ ഇവിടെ അല്ലേ കണ്ടത്? ഹലോ, ഞങ്ങളിപ്പോൾ എന്ത് രൂപത്തെയാണ് കണ്ടത് ഇവിടെ വെച്ച്? ഒരു ചുമന്ന കണ്ണുള്ള എന്തൊരു സംഭവം ഞങ്ങളിവിടെ കണ്ടിപ്പോൾ. ചേട്ടാ നിക്ക് ഒന്നുമില്ല അല്ല എന്താ ബൾബ് എന്താ പൊട്ടിയതാ? ഇവിടെ ഒന്നുമില്ല വാ നോക്കി സ്റ്റാർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എൻ്റെ ദൈവം തമ്പര് എന്തോ ക്യാപ്ചർ അത്, എക്സ്ട്രീം ക്യാപ്ചർ കേട്ടോ. ഇവിടെ എനിക്ക് തന്നെ ഞാൻ ഞെട്ടിയുടെ ആ കണ്ണുണ്ട് ചുമന്ന ഇരുട്ടുണ്ട്. എന്ത് ഇത് ഫസ്റ്റ് ഇയർ കണ്ടപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഒരു സെക്കൻഡ്. കണ്ണെന്താണത്? കണ്ണെന്താ ഇളകി? വെട്ടാൻ പോലെ കണ്ണ് മാത്രമേ ഉള്ളൂ. അവനെ ശ്രദ്ധിച്ച് നോക്കിയത് അങ്ങോട്ട്. കണ്ണെന്തോ ഇങ്ങനെ ഇളകി എന്തോ വന്ന് സംഭവം എന്താ? ഇനി ഒരു കാടിൽ നടുക്കായതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും വന്ന് കയറി ഇവിടെ. ഇനി ഇതില് ജീവികളല്ലോ എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് കിട്ടിപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഗായ്സ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു എക്സ്ട്രീം ഒരു ക്യാപ്ചറാണ് കണ്ടത്. എക്സ്ട്രീം ക്യാപ്ചർ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് പോലും ഈ ചുമന്ന റെഡ് കളർ, അതായത് എന്ത് കണ്ണിങ്ങനെ ഇളകി ഇങ്ങനെ എന്തോ കിടക്കുന്നത് എനിക്ക് ഫീൽ ആയത്. അമ്മാതിരി ഒരു ക്യാപ്ചറായിരുന്നു കണ്ടത്. അത് കണ്ടു പറ്റിയിട്ട് ഇങ്ങനെ ഇളകി എന്തോ ഞാൻ പറഞ്ഞു കിടക്കുന്ന ഒരു ഫീൽ. എക്സ്ട്രീം സംഭവമാണ് കണ്ടത്, ഒരു രക്ഷയില്ലായിരുന്നു. സോ അതാണ് ഞാൻ ലാസ്റ്റ് തവണ ഇവിടെ ഷൂട്ടിന് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഫുള്ള് മഴയായിരുന്നു, കണ്ടു കാണും, ഹെവി മഴയായിരുന്നു. ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് എനിക്കൊരു ഹെവി ഒരു സംഭവം പറ്റി. പോകുന്ന വഴിക്കാൻ എനിക്ക് കാട്ടുപന്നികളെല്ലാം കൂടി എന്നെ വളഞ്ഞെന്നെ. ഞാൻ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒളിഞ്ഞു പാത്തു മഴയത്ത് നിന്നിട്ടാണ് ഇത് പോയത്. ഇതൊക്കെ വന്നിട്ട് എനിക്ക് ഞാൻ ഇത്ര നാൾ പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിട്ട്. അതായിരിക്കും ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഞാൻ ഇത് പറയാൻ കാരണം ഇതേ ബിൽഡിംഗ് വീണ്ടും എക്സ്പ്ലോർ വന്നുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും പറയുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. എന്നാൽ ഈ ക്യാപ്ചർ എക്സ്ട്രീം ആയിരുന്നു. സോ ഇതൊക്കെ പോട്ടെ, ആൾമോസ്റ്റ് 1.5 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വന്നാൽ മാത്രമേ ഈ ബിൽഡിങ്ങിലോട്ട് എത്തത്തുള്ളൂ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ എത്തിയേക്കുന്നത്. സോ എനിക്ക് സെക്കൻഡ് ടൈമാണ്. പോട്ടെ, നജീബ് പറ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 1.5 കിലോമീറ്റർ നടന്ന് ഈ ഒരു കാട്ടിൽ കൂടെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് ഞാൻ നടക്കണത് ഞാൻ ഫസ്റ്റ് പോണക്കാടുണ്ടാവിന്റെ വീഡിയോയിലാണ്. അത് കഴിഞ്ഞിട്ട് അതേ ഒരു അതിന്റെ ടെറർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വന്നത്. പിന്നെ വന്ന് കേറിയപാടെ കാണുന്നൊരു ആ ഒരു ക്യാപ്ചറിന്റെ ഉള്ളി ഇതില് ഹാർഡ് ബീറ്റ് കുറച്ച് നേരത്തേക്ക് ഹൈ ആയി പോയി. അമ്മാതിരി ക്യാപ്ചറാണത്. പൊന്നുപോലെ എനിക്ക് ഇപ്പോഴത്തെ കണ്ണില് കണ്ട ഇത് കണ്ടത്. ഇവരാ ഫസ്റ്റ് കണ്ട സൗണ്ട് വെച്ചില്ല, നീ ലാസ്റ്റ് അവരുടെ സൗണ്ട് വെച്ചത്. ഇവ ഫസ്റ്റ് സൗണ്ട് എല്ലാവരും വെച്ചാണ് നീ എന്റെ കണ്ണിൽ ലൈറ്റ് അടിച്ച് എനിക്കത് കാണാൻ പോയി. ഫസ്റ്റ് ശരിക്കും തെളിഞ്ഞു നോക്കിയപ്പോൾ സത്യം പറഞ്ഞ ഇവനാ പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞു നോക്കിയിട്ട് ബ്രോനെ നോക്കി. ആദ്യം നോക്കി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ബ്രോനെ നോക്കിയില്ലേ, ബ്രോനെ നോക്കി പിന്നെ അങ്ങോട്ട് ഇവിടെ സാധാരണ ഞാൻ കണ്ടതിന്റെ പോലെ ആ ഒറ്റടി ആ നോക്കിയ നോട്ടത്തില് ഒറ്റടി കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര. നിന്റെ എക്സ്പീരിയൻസ് പറ. ഈ ഒരു 1.5 കിലോമീറ്റർ കൊടും കാട്ടിക്കൂടാ നടന്ന് ഈ ഒരു നിന്റെ ഫസ്റ്റ് നീ സബ്സ്ക്രൈബർ ആണ്. ആക്ച്വലി ഡ്രാഗൺ വന്നിട്ട് സബ്സ്ക്രൈബർ ആണ്. നജീബും സബ്സ്ക്രൈബർ ആയിരുന്നു, ഇപ്പോഴാണ് ടീമേറ്റ് ആയത്. ഡ്രാഗനും സബ്സ്ക്രൈബർ ആണ്. ഇപ്പോഴാണ് ഒരു അബണ്ടൻ ബിൽഡിങ്ങിലോട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ലോകം നടന്നു വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നജീബ് ഒന്നുമില്ല, ഓടാതെ ഓടാ കിടത്.
എന്തുകൊണ്ടത് എന്റെ ദൈവം എന്താണ് കണ്ടത്? എക്സ്ട്രീം ചേട്ടാ ആരെയും കൊണ്ട് കേട്ടോ ഇവിടെ മനുഷ്യനാണ് ഇവിടെ നീ ഓക്കെ അല്ലേ? മുട്ടിടിച്ചോ ചേട്ടാ? സേഫ് നോക്കി ചേട്ടാ. മനുഷ്യനാണോ? ദൂരെ ഏതോ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ദൂരെ ഏതോ അമ്പലത്തിൽ പാട്ട് കേൾക്കുക. ചേട്ടാ ആരെങ്കിലും മനുഷ്യരാരെങ്കിലും ആണോ? കേട്ടോ എൻ്റെ ദൈവമേ, ആരാണ് ഈ ചവിട്ടിയെ? എന്തോ ചവിട്ടാണ് ചവിട്ടിയെ? എടാ ചവിട്ടിയതാണെന്ന് നമുക്ക് എന്താ ഉറപ്പ്? ചവിട്ടിയതെന്താ ഉറപ്പ്? ചവിട്ടിയത് നമുക്ക് കാണണ്ടല്ലേ അല്ലേ? പക്ഷെ ചവിട്ട ആരും കണ്ടൂല്ല. അന്നൊരു അന്യ വരവ വന്നു ഈ വാതില് വന്നത്. എന്റെ പൊന്നുമണി ചെക്കന്റെ കാലും പോയി. ചേട്ടാ ഇവിടെ ആരെയും കൊണ്ടോ ചേട്ടാ? അവിടെ ഇനി പ്രേതമല്ലാതെ ഇനി വേറെ എന്തെങ്കിലും ആണോ? അത് ഞാൻ ചേട്ടൻ വിളിക്കുന്നുണ്ടോ? പക്ഷെ എൻ്റെ ദൈവമേ, പിടിച്ച് ഇല്ല ഒന്നുമില്ല. വന്നേ ഓക്കെ അല്ലേ കാര്യം? ഓക്കെ അല്ലേ? വന്ന് കയറിയപ്പോൾ തൊട്ടേ തന്നെ അവിടെ ഒരു എക്സ്ട്രീം ലെവലിൽ ഒരു സംഭവത്തെ കണ്ട്. ഒരു ചുമന്ന കണ്ണ് പൊട്ടി അളിഞ്ഞ് ഒരു കണ്ണ് കിടക്കുന്നത് കണ്ട എൻ്റെ ദൈവം. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൈ ഇടിച്ചിട്ട് അവിടെ പോയി ഇടിച്ചെന്നെ കയ്യും മുറിഞ്ഞ ഈ സ്ഥലം ഞാൻ പറയില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അപകട ബിൽഡിങ്ങിൽ വരുന്നത്. സോ ഇതിന് അപ്പുറം എക്സ്ട്രീം നടക്കും. ദൈവത്തെ ഓർത്ത് ഇരുട്ടിട്ട് വെച്ച് ഓടരുത്. അവനെ ഓടി നീ അവന്റെ പുറകെ വെച്ചിട്ട് എന്ത് ഓടാൻ പോയത്? നോക്കി കേട്ടോ, രണ്ടുപേരും സേഫായിട്ട് വന്നോ കേട്ടോ. സോ അതുപോലെ എക്സ്ട്രീം സാധനമാണ് കണ്ടത്. ഞങ്ങൾ എന്തായാലും മാക്സിമം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എല്ലാവരും വന്നിട്ട് കൈ സേഫായിട്ട് നോക്കിക്കോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇൻട്രോ എല്ലാ കാര്യങ്ങളും തന്നെ വീഡിയോ കൂട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈ വീഡിയോ മാക്സിമം എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് മാക്സിമം എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും. ഇതുപോലെ കുറേ വീഡിയോസ് എല്ലാത്തിനും വേണ്ടിയിട്ട് മാക്സിമം ഇതുപോലെ എനിക്ക് തന്നെ ഇതാവുന്നു. ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഹൊറർ എന്റെ പൊന്നു ഇവിടെ എന്തുകൊടത്? എന്റെ ദൈവം തമ്പുരാനെ, എക്സ്ട്രീമടാ, എക്സ്ട്രീമടാ. ഇവിടെ അത് നിൽക്കുന്നുണ്ടോ? ഇവിടെ നിൽക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, എക്സ്ട്രീമടാ, എക്സ്ട്രീമടാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കണ്ടു ഇവിടെ നിൽക്കട്ടോ, സേഫായിട്ട് നിൽക്ക്. ഞാൻ വണ്ടിക്ക് പോയിട്ട് കേട്ടോ. രാജു ഇല്ല, നീ ഇവിടെ നോക്കിയോ, ഞാൻ വണ്ടിക്ക് പോയിട്ടില്ല. ഹലോ, ആരാ അത്? എടാ സേഫായിട്ട് കേട്ടോ. ഹലോ, ആരെയും പറഞ്ഞിട്ട് കയറി ഓടി? ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്ലിയർ ആയിട്ട് കണ്ടു നിങ്ങളെ. ദൂരെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. ഇത് അമ്പലത്തിൽ നിന്ന് സൗണ്ട് എന്തായാലും ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സൗണ്ട് തന്നെ കേൾക്കും. എൻ്റെ ദൈവമേ, ഇങ്ങോട്ടല്ല കയറി വന്നത്. ഓ മൈ ഗോഡ്, എക്സ്ട്രീം. നിന്റെ ഫസ്റ്റ് ബിൽഡിംഗില്ലേ ഇത്? നന്നായിട്ടുണ്ട്. എടാ ഞങ്ങൾ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ ആരും കാണൂല. ഇവിടെ മൊത്തം കാടാടാ, ഫോറസ്റ്റുകാർ പോലും ഇല്ല.
ഈ കിടന്ന് ഈടെ നമുക്ക് കയറി വന്നപ്പോ അവിടെ കണ്ടിട്ട് മുന്നിപ്പോട്ടെ പൊന്നുമോനെ രണ്ടെണ്ണുണ്ടോ? ഈടെ രണ്ടെണ്ണമൊന്നുമല്ല, നമുക്ക് കണ്ടത് 2 സന്ദർഭങ്ങളിലാണുള്ളൂ. പക്ഷെ ഇനിയിപ്പോ 2 ഉണ്ടോ 3 ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓ മൈ ഗോഡ്, ഇതാണ് ബിൽഡിങ്. എക്സ്ട്രീം ക്യാപ്ചർ. ഇങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടു. നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം. എന്ത് പറയുന്നു? എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നു പോടി പെണ്ണുമ്പിളെ, എൻ്റെ ദൈവമേ. ഓ ഇവിടെ ഒന്നില്ല ചാടാ. ഓടാടോ എൻ്റെ മുന്നിൽ. ഇവിടെ എന്ത് കൊണ്ടേക്കിരിക്കുന്നേ? എന്താ അവനെന്താ നജീബേ? എൻ്റെ ദൈവമേ. എന്താ എന്തോടാ നീ എങ്ങോട്ടാ പോയേ? എടാ അങ്ങനെ വലിച്ച് ഓടാടാ ദൈവത്തെ ഓർത്ത്. നീ എന്താ ഉടക്കി ഇരിക്കുന്നത്? ഇറങ്ങാൻ നാട് വിട്ട്. എന്താ ഉടക്കി വലിഞ്ഞേറിയത്? ഒന്നുമില്ലെന്ന് മറ്റൊന്ന് നല്ല ജീവനൊക്കെ പോയേനെ. എടാ ഞാൻ അവിടെ, നിങ്ങൾ എന്നെ കൂടെ പഠിപ്പിക്കുന്നത് ഞങ്ങളാ. എടാ അവിടെ ഒരു വീട്. എടാ നീ എന്തിനാ വലിച്ചു കൊടുത്ത? അവിടെ അപ്പുറത്ത് മൊത്തം കാടാടാ, ബാക്ക് സൈഡ് മൊത്തത്തില്. കണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്തിനാ പേടിച്ചിട്ടാ പോയതാ. ഞാനും ചെയ്യടാ, നമ്മൾ വീഡിയോ സ്റ്റാർട്ടായിട്ടുള്ളൂ. സോ ഞാൻ മണ്ടയ്ക്കൊന്ന് ഞാനല്ലേ നാട്ടിൽ ഓടി വന്നത്. നിങ്ങളത് എന്നെ കണ്ട് ഓടുന്നതിനാ? ഞാൻ ഓടി വന്നത് എടാ അതെന്റെ ചോര വെച്ചടാ. എന്റെ ബ്ലഡ് വേണം ഇങ്ങനെ പറഞ്ഞു. അന്ന് കൊതുക് അവിടെ ചോര വയ്ക്കാൻ വേണ്ടി അത് ഒരു പെണ്ണിന്റെ സൗണ്ട കേട്ടെ, ഒരു പെണ്ണിന്റെ സൗണ്ട കേട്ടെ ചോര വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പറയാം. സോ ഇത് വന്നിട്ട് എക്സ്ട്രീം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സേഫ് ആയിട്ടിരിക്കും എല്ലാവരും. പറഞ്ഞ കുറച്ച് പറഞ്ഞാൽ എന്താണ് ഈ കാണുന്നത് ഇവിടെ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എക്സ്ട്രീം ലെവൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് തവണ വന്നപ്പോഴത്തേക്ക് ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വേറെ ലെവലാണ്. ഞാനിവിടെ വീണ്ടും വന്നത് തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിച്വൽ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ. എന്തുകൂടാ സാധനം എക്സ്ട്രീമോടാ. എടാ അത് വന്നടാ, അത് വന്നടാ. എന്തോ സൗണ്ടാ കേട്ടത്? ആ പെണ്ണിന്റെ സൗണ്ട്. എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഓ മൈ ഗോഡ്.